ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മളിന്ന് നമ്മളെ റൂമിൽ ഇന്ന് ചെറിയൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. പാട്ടുകളായിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് വെച്ചിട്ടുള്ളത്. അതിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ നല്ല അതിമനോഹരമായി പാട്ട് പാടും. അദ്ദേഹം പത്തനംതിട്ടക്കാരനാണ്. പേര് ജഹീർ അബ്ബാസ് ആണ്. അതിലുപരി നമ്മുടെ കൂടെയുള്ള അർഷാദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. സ്ഥലം കോഴിക്കോടാണ്. മൂപ്പരുടെ ശിഷ്യനും കൂടിയാണ് ഈ ജഹീർ അബ്ബാസ്. കുറേ ശിഷ്യന്മാരുണ്ട്, അതിലൊന്നാണ് ജഹീർ അബ്ബാസ്. മറ്റുള്ള ശിഷ്യന്മാർക്ക് അധികം കൊടുക്കാത്ത പല കഴിവുകളും നമ്മുടെ ഈ ശിഷ്യനായ ജഹീർ അബ്ബാസിന് നമ്മുടെ അർഷാദ് ബ്രോ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് മൂപ്പരുടെ ഒരു ഗാനത്തോടു കൂടി പരിപാടി ആരംഭിക്കാം. പിന്നെ പറയാനുള്ളത്, ഞാൻ പറഞ്ഞ ആൾ മിണ്ടല്ലട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ ആൾ ഇദ്ദേഹമാണ്. ജഹീർ അബ്ബാസ് പത്തനംതിട്ടക്കാരനാണ്. നേരത്തെ സൂചിപ്പിച്ചു, മൂപ്പർക്കൊരു ഗുരുവുണ്ട്. ആ ഗുരുവിനെ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഗുരു അർഷാദ് ബ്രോ. സ്ഥലം കോഴിക്കോടാണ്. അർഷാദ് ബ്രോ, ശിഷ്യനെ കുറിച്ച് 2 വാക്ക് പറയും. ഗുരു എന്ന നിലയ്ക്ക് എനിക്ക് പ്രത്യേകിച്ച് അഹങ്കാരമൊന്നുമില്ല. പറഞ്ഞോ. അതായത് ശിഷ്യന്മാർക്ക് പലതും കൊടുക്കാത്തത് ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ പറയില്ല, നമുക്ക് മനസ്സിലാവും. അത് അനുഭവിക്കുമ്പോഴാണ് അവരൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ എന്തായാലും നമുക്ക് കാര്യത്തോട് കിടക്കാം. ജഹീർ അബ്ബാസ് എന്ന് പറയുമ്പോൾ പത്തനംതിട്ടക്കാരനാണ്. നമ്മളെ കൂടെ ഒരുമിച്ചിപ്പം ഏകദേശം 1 മാസത്തോളമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ ഇതിന് മുന്നേ ഒരുപാട് എൻ്റെ ശിഷ്യന്മാരിൽ വളർത്തിയെടുത്തൊരു പ്രത്യേകതര കഴിവ് അദ്ദേഹത്തിനുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാം. നമുക്ക് ഇനി ജഹീർ അബ്ബാസിൻ്റെ 2 വാക്ക് കേട്ടിട്ട് പാട്ടിലേക്ക് പോകാം. അബ്ബാസ് നിങ്ങൾക്ക് എന്താ നമ്മളെ ഗുരുവിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഉള്ള പരിചയമുണ്ട്. ഗുരു മറ്റ് പല ശിഷ്യന്മാർക്കും കൊടുക്കാത്ത പല കഴിവുകളും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സാധാരണ 17 അടവുകൾ വരെയാണ് ഗുരു ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോൾ 2 അടവ് കൂട്ടി 19 അടവ് വരെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കെന്തായാലും നോക്കാം. പാട്ട് ഏതാ പാടാൻ ഉദ്ദേശിക്കുന്നത്? പാട്ട് നമുക്ക് ഒരുപാട് പാട്ടുകൾ സംഗീതത്തിലെ നമുക്ക് കാര്യം പഴയതായിക്കോട്ടെ. കൂടുതൽ ആൾക്കാർക്ക് വ്യക്തിക്ക് ഇഷ്ടമുള്ള പഴയ ഓൾഡ് സോങ് ആണ്. അത് നല്ലൊരു പാട്ടായിരുന്നു. ആയിക്കോട്ടെ. ഒരുപാട് പ്രോഗ്രാമിൽ അവതരിപ്പിച്ചിട്ട് 90 നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ നമുക്ക് കന്മതം എന്ന സിനിമയിലൊരു പാട്ടുണ്ട്, മോഹൻലാലിൻ്റെ. യെസ്, നമുക്ക് ആ പാട്ടൊന്ന് നോക്കാം. അപ്പം മ്യൂസിക്കും സാധനങ്ങളും നമ്മുടെ ഇല്ല, ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ല ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് നമുക്കിവിടെ മ്യൂസിക് വേറൊന്നുണ്ട് അർഷാദേ. നമ്മളെ അബ്ബാസ് ഖാൻ്റെ സൗണ്ടിന് മ്യൂസിക്കിൻ്റെ ആവശ്യമില്ല. അതിമനോഹരമായ സൗണ്ടാണ്. പറഞ്ഞതല്ല, നമുക്ക് ഈ അബ്ബാസ് ഖാൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഞാൻ പറയണ എനിക്കും കാണുന്ന നിങ്ങൾക്കും മനസ്സിലാവും മ്യൂസിക്കിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത്. നമുക്ക് ഏതായാലും പാട്ടിലേക്ക് കിടക്കാം. അബ്ബാസ് ഖാൻ തുടങ്ങിക്കോ. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതി, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടും. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. അപ്പോൾ ഞാൻ പാടാൻ വന്ന പാട്ട് വേറൊന്നാണ്, പക്ഷെ പാടി വന്നപ്പോൾ വേറെ പാട്ടിലേക്ക് മാറിപ്പോയി. എന്തായാലും മോനെ, ഗുരു എന്ന നിലക്ക് നിനക്ക് എന്താ പറയാനുള്ളത്? അല്ല, എന്നാലും ഗുരു എന്ന നിലക്ക് താങ്കൾക്കൊന്നും പറയാണ്ടാവുമല്ലോ. കൂടുതലായിട്ട് ഒരുപാട് കഴിവുള്ള വ്യക്തിയാണ്, പക്ഷെ അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഉദ്ദേശിച്ച പാട്ടുണ്ടല്ലോ, അപ്പം ഇന്നത്തെ പാട്ട്
എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ അബ്ബാസ്ഖാൻ്റെ പാട്ടിനെ കുറിച്ചൊക്കെ. ഈ വീഡിയോ കണ്ട് ഈ പാട്ട് കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇത് നമ്മുടെ അബ്ബാസ്ക്കും അതേപോലെ അബ്ബാസ്ഖാൻ്റെ ഗുരുവായ അർഷാദ് ബ്രോക്കും ഇതൊരു പ്രചോദനമാവും. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ ഉണ്ട്. നമ്മളെ ഗുരുവായ അർഷാദ് ബ്രോയുടെ പാട്ടാണ് അടുത്ത എൻ്റെ ഒരു എപ്പിസോഡായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ഓക്കെ, ബൈ.